പാലയൂർ മഹാതീർത്ഥാടനത്തിന് ആയിരങ്ങൾ അണിനിരന്നു. ആത്മീയതയുടെ അനുഭവമാണ് ഓരോ തീർത്ഥാടനവുമെന്ന് ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോർജ് അന്തോണിസ്വാമി. വടനപ്പള്ളിയിൽ കാറിൽ കടത്തിയ 20 കിലോ കഞ്ചാവ് പോലീസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് ലാലൂർ സ്വദേശികളായ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഗുണ്ടാ ലഹരി മാഫിയ സംഘങ്ങൾ വിലസുന്നു. കൊടുങ്ങല്ലൂർ അഴീക്കോട് പുഴയോരത്ത് കെട്ടിയിട്ടിരുന്ന മത്സ്യബന്ധന വള്ളം കയററുത്ത് വിട്ട് നശിപ്പിച്ചു. കളത്തിൽ ഷിഹാബിന്റെ ഉടമസ്ഥയിലുള്ള വള്ളമാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത്. പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ചുള്ള തൃപ്രയാർ തേവരുടെ മകീര്യം പുറപ്പാട് ഭക്തി നിർഭരം. തേവരുടെ മകീര്യം പുറപ്പാടിന് സാക്ഷ്യം വഹിക്കാനെത്തിയത് ആയിരങ്ങൾ. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പാലയൂർ മഹാതീർത്ഥാടനത്തിൽ ആയിരങ്ങൾ അണിനിരന്നു. തൃശൂർ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച മുഖ്യപദയാത്ര ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് കത്തീഡ്രൽ വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിലിന് പേപ്പൽ പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. മുഖ്യ പദയാത്രയ്ക്ക് പുറമെ കൊട്ടേക്കാട്, നിർമ്മലപുരം, ചേലക്കര, എരുമപ്പെട്ടി, ചാവക്കാട്, വടക്കാഞ്ചേരി, മറ്റം, വേലൂർ, കണ്ടശാങ്കടവ്, പഴുവിൽ, വലപ്പാട് തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള പദയാത്രകളും പാലയൂർ തീർത്ഥകേന്ദ്രത്തിൽ എത്തിച്ചേർന്നു. 2 ഘട്ടങ്ങളിലായാണ് പദയാത്ര നടന്നത്. പൊതുസമ്മേളനം മദ്രാസ് മൈലപ്പൂർ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോർജ് അന്തോണിസ്വാമി ഉദ്ഘാടനം ചെയ്തു. ആത്മീയതയുടെ അനുഭവമാണ് ഓരോ തീർത്ഥാടനവുമെന്ന് അദ്ദേഹം പറഞ്ഞു. ജീവിതത്തിന്റെ ലക്ഷ്യം കൈവരിക്കുന്നതാവണം തീർത്ഥാടനമെന്നും ആർച്ച് ബിഷപ്പ് കൂട്ടിച്ചേർത്തു. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷത വഹിച്ചു. മാർ ടോണി നീലങ്കാവിൽ, മാർ ജേക്കബ് തൂങ്കുഴി, ഫാദർ ജോസഫ് വൈകാടൻ, വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ജോസ് വല്ലൂരാൻ, ജോസ് കോനിക്കര, ഫാദർ ഡേവിസ് കണ്ണമ്പുഴ തുടങ്ങിയവർ സംസാരിച്ചു. പാസ്റ്റർ കൌൺസിൽ സെക്രട്ടറി ഡോക്ടർ മേരി റജീന വിശ്വാസ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. These are real needs which is missing. Pilgrimage is very much necessary. So, that we may die with him, not like a tourist. പാലയൂർ മഹാതീർത്ഥാടനത്തിന്റെ ഭാഗമായി പാവറട്ടി തീർത്ഥകേന്ദ്രത്തിൽ നിന്നും ആരംഭിച്ച 2ാം ഘട്ട പദയാത്രയിലും ആയിരങ്ങൾ അണിനിരന്നു. തീർത്ഥകേന്ദ്രത്തിൽ നടന്ന ദിവ്യബലിക്ക് ശേഷമാണ് പദയാത്ര ആരംഭിച്ചത്. അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ നിന്നും പാവറട്ടി തീർത്ഥകേന്ദ്ര വികാരി ഫാദർ ആന്റണി ചെമ്പകശ്ശേരി പതാക ഏറ്റുവാങ്ങി. യേശുവിന്റെ പീഡാനുഭവ സ്മരണയിൽ കുരിശും ജപമാലയും കൈകളിലേന്തി പാലയൂരിലേക്ക് നടന്ന വിശ്വാസ പ്രഖ്യാപന പദയാത്രയിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേരാണ് അണിനിരന്നത്. പാലയൂർ മഹാതീർത്ഥാടനത്തിന്റെ ഭാഗമായി കൊട്ടേക്കാട് മേഖല പദയാത്ര സംഘടിപ്പിച്ചു. കൊട്ടേക്കാട് ഫൊറോന വികാരി ഫാദർ ജോജു അളൂർ, ജാഥ കോർഡിനേറ്റർ ജെയിംസ് കാഞ്ഞരപ്പറമ്പിലിന് പേപ്പൽ പതാക കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. നിരവധി വിശ്വാസികളാണ് പദയാത്രയിൽ പങ്കുചേർന്നത്. വടനപ്പള്ളിയിൽ കാറിൽ കടത്തിയ 20 കിലോ കഞ്ചാവ് പോലീസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് ലാലൂർ സ്വദേശികളായ ആലപ്പാട്ട് പൊന്തോക്കൻ ജോസ്, കാങ്കളത്ത് സുധീഷ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. രഹസ്യവിവരത്തെ തുടർന്ന് തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് ടീമും വാടാനപ്പള്ളി പോലീസും ചേർന്ന് നടത്തിയ വാഹന പരിശോധനയിലാണ് കഞ്ചാവ് പിടിച്ചെടുത്തത്. ആന്ധ്രയിൽ നിന്ന് എത്തിച്ച കഞ്ചാവ് തീരദേശ മേഖലയിൽ വിതരണം ചെയ്യാനാണ് ഇവർ കൊണ്ടുവന്നതെന്ന് പോലീസ് പറഞ്ഞു. 2 വർഷം മുൻപ് കൊരട്ടിയിൽ 210 കിലോ കഞ്ചാവ് പിടികൂടിയ കേസിലെ പ്രതിയാണ് ജോസ്. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഗുണ്ടാ സംഘങ്ങളും ലഹരി മാഫിയകളും വിഹരിച്ചിട്ടും പോലീസ് കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്ന് ആക്ഷേപമുയരുന്നു. സ്റ്റേഷനിൽ വേണ്ടത്ര പോലീസുകാരില്ലാത്തതും സ്റ്റേഷൻ പരിധി കൂടുതലായതുമാണ് പ്രതിസന്ധിയാകുന്നതെന്ന് പോലീസ്. പുള്ള്, ആലപ്പാട്, പുറത്തൂർ, ചാഴൂർ, പഴുവിൽ തുടങ്ങിയ പ്രദേശങ്ങളോട് ചേർന്നുള്ള ചോറക്കാടുകൾ നിറഞ്ഞ കോൾബണ്ട് റോഡുകളും ഒഴിഞ്ഞ പറമ്പുകളും കേന്ദ്രീകരിച്ചാണ് ലഹരി സംഘങ്ങൾ വിലസുന്നത്. ദൂരദിക്കുകളിൽ നിന്ന് പോലും യുവാക്കൾ മദ്യപിക്കാനും മയക്കുമരുന്ന് ഉപയോഗിക്കാനുമായി ഇവിടേക്ക് എത്തുന്നതും ബഹളവും സംഘർഷങ്ങളും ഉണ്ടാകുന്നതും പതിവാകുകയാണ്. അന്തിക്കാട്, അരിമ്പൂർ, മണലൂർ, താന്യം, ചാഴൂർ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന അന്തിക്കാട് പോലീസിന് ക്രമസമാധാന പാലനം കൈപ്പിടിയിൽ ഒതുങ്ങാത്ത സ്ഥിതിയാണ്. ഇതേ തുടർന്ന് അന്തിക്കാട് സ്റ്റേഷൻ വിഭജിച്ച് ചാഴൂർ, താന്യം മേഖലകൾക്കായി പുതിയ പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കണമെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. പെരിങ്ങോട്ടുകരയിലെ പോലീസ് ഔട്ട് പോസ്റ്റ് സ്ഥിതി ചെയ്യുന്ന 1/2 ഏക്കറോളം സ്ഥലത്ത് പുതിയ പോലീസ് സ്റ്റേഷൻ പണിയാൻ 2020-21 ബജറ്റിൽ 2.5 കോടി രൂപ അനുവദിച്ച് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടും സ്റ്റേഷൻ നിർമ്മാണ പദ്ധതി കടലാസിലൊതുങ്ങി. അന്തിക്കാട് സ്റ്റേഷനിലെ SHO സ്ഥലം മാറിപ്പോയിട്ട് 1.5 മാസത്തിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് പുതിയ ആളെ നിയമിച്ചത്. ശനിയാഴ്ച പുള്ളിൽ മദ്യപാനത്തിനിടെയുണ്ടായ അടിപിടിയിൽ 3 പേർക്ക് വെട്ടേറ്റ സംഭവം
നാട്ടുകാർ വിളിച്ചറിയിച്ചിട്ടും പോലീസ് എത്താൻ വൈകിയതായി ആക്ഷേപം ഉയർന്നിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകമുണ്ടായ അക്രമ സംഭവം പോലീസ് കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. അന്തിക്കാട് സ്റ്റേഷൻ പരിധിയിൽ ഗുണ്ട ലഹരി സംഘങ്ങൾ നാട്ടുകാർക്ക് ഭീഷണി സൃഷ്ടിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. കുറ്റകൃത്യങ്ങൾക്കെതിരെ സ്റ്റേഷനിൽ നൽകുന്ന പരാതികൾ അവഗണിക്കുന്ന സംഭവങ്ങൾ അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ആവർത്തിക്കുന്നതായും ആക്ഷേപമുണ്ട്. പോലീസിന്റെ നീക്കങ്ങൾ ലഹരി സംഘങ്ങൾക്ക് യഥാസമയം ചോർത്തിക്കൊടുക്കുന്നവർ പോലീസിൽ തന്നെ ഉള്ളതായും ആരോപണമുണ്ട്. മേലധികാരികൾ ഇടപെട്ട് സ്റ്റേഷന്റെ അംഗബലം കൂട്ടി കൂടുതൽ കഴിവുള്ള ഉദ്യോഗസ്ഥരെ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ നിയമിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. TCV ന്യൂസ്, തൃശൂർ. കൊടുങ്ങല്ലൂർ അഴീക്കോട് പുഴയോരത്ത് കെട്ടിയിട്ടിരുന്ന മത്സ്യബന്ധന വള്ളം കയർ അറുത്തുവിട്ട് നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി. കളത്തിൽ ഷിഹാബിന്റെ ഉടമസ്ഥതയിലുള്ള തുമ്പ എന്ന വള്ളമാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത്. പൂച്ചക്കടവിൽ പുഴയോരത്ത് കെട്ടിയിട്ടിരുന്ന വള്ളം പണി പാതി വഴിയിൽ നിലച്ച ഹാർബറിനടിയിൽ തള്ളിക്കയറ്റിയ നിലയിലാണ് കണ്ടെത്തിയത്. വള്ളത്തിന്റെ അടിഭാഗം തകർന്ന നിലയിലാണ്. 2 എഞ്ചിനുകൾക്കും കേടുപാട് സംഭവിച്ചതായി വള്ളത്തിന്റെ ഉടമ പറഞ്ഞു. വള്ളമാണ് ഇത് അഴിച്ച് അതിൻ്റെ ചെത്തി വിട്ടേക്കണാണ്. അപ്പോൾ ഞങ്ങളുടെ എഞ്ചിനും വഞ്ചിയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. വഞ്ചി ഇപ്പോൾ കിടക്കണത് ഹാർബറിൻ്റെ ഉള്ളിലാണ് കിടക്കണത്. എടുക്കാൻ നിവർത്തിയില്ല ഞങ്ങളെ കൊണ്ട്. ഇപ്പോൾ വേറെ ആൾ വിളിച്ചിട്ടുണ്ട്, ആരും അങ്ങനത്തേക്ക് വരുന്നില്ല. ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇഷ്ടംമാതിരി നഷ്ടമൊക്കെ വന്നിട്ടുണ്ട്. ഇത് ആര് ചെയ്താലും കുറച്ചുമാതിരി പൈസ നഷ്ടം വന്നിട്ടുണ്ട്. 2 എഞ്ചിനും പോയിട്ടുണ്ട്, എല്ലാം പോയിട്ടുണ്ട്. വഞ്ചിയും മൊത്തം പണിയണം, അടി പൊട്ടിയൊക്കെയാണ്. അത് അയച്ചിട്ടേക്കാണ് സംഭവമാണത്. ആരും പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ചുള്ള തൃപ്രയാർ തേവരുടെ മകീര്യം പുറപ്പാട് ഭക്തി നിർഭരം. തേവരുടെ മകീര്യം പുറപ്പാട് ചടങ്ങ് കാണാൻ കനത്ത ചൂടിനെയും അവഗണിച്ച് ആയിരങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിയത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:15-നും 3:15-നും മധ്യയുള്ള കർക്കിടകം രാശിയിലാണ് തേവരുടെ മകീര്യം പുറപ്പാട് ചടങ്ങ് നടന്നത്. തേവരുടെ മകീര്യം പുറപ്പാട് ചടങ്ങിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ക്ഷേത്രാങ്കണത്തിലും പരിസരത്തുമായി ഭക്തരുടെ അഭൂതപൂർവമായ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. ഊരായ്മക്കാർ ക്ഷേത്രത്തിനകത്തെത്തി നിയമവെടിക്ക് അനുവാദം നൽകി. തുടർന്ന് കുളിച്ച് മണ്ഡപത്തിലെത്തിയ ഊരായ്മക്കാർ തേവരെ എഴുന്നള്ളിക്കാൻ അനുവാദം നൽകി. തൃക്കോൽ ശാന്തി ഭഗവാനെ മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിച്ചു. ബ്രാഹ്മണിപ്പാട്ടും മണ്ഡപത്തിൽ പറയും കഴിഞ്ഞതോടെ തേവരെ സേതുകുളത്തിൽ ആറാട്ടിനായി 5 ആനകളോടെ പുറത്തേക്ക് എഴുന്നള്ളിച്ചു. ഈ സമയത്ത് തേവരുടെ വരവറിയിച്ച് കഥനവെടികൾ മുഴങ്ങി. ദേവസ്വം എറണാകുളം ശിവകുമാർ തേവരുടെ സ്വർണ്ണക്കോലം വഹിച്ചു. പുറത്തേക്ക് എഴുന്നള്ളിയ തേവരെ തിങ്ങി നിറഞ്ഞ ഭക്തജനങ്ങൾ രാമമന്ത്രങ്ങൾ ഉരുവിട്ട് വരവേറ്റു. ചെറുശ്ശേരി കുട്ടന്മാരാർ നയിച്ച മേളം എഴുന്നള്ളിപ്പിന് അകമ്പടിയേകി. തോരണങ്ങളാൽ അലങ്കരിച്ച വഴിനീളെ 100 കണക്കിന് ഭക്തർ തേവരെ സ്വീകരിച്ചു. തുടർന്ന് തേവർക്ക് സേതുകുളത്തിൽ ആറാട്ട് നടന്നു. ആറാട്ടുപുഴ പൂരത്തിന് മുന്നോടിയായി അന്തിക്കാട് കാർത്യായനി ദേവി ക്ഷേത്രത്തിൽ മകീര്യം പുറപ്പാട് നടന്നു. തന്ത്രി പഴങ്ങപ്പറമ്പ് കൃഷ്ണന്റെ കാർമ്മികത്വത്തിൽ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ നടന്നു. എഴുന്നള്ളിപ്പിൽ തൃപ്രയാർ രമേശന്മാരാരുടെ പ്രാമാണികത്വത്തിൽ പഞ്ചവാദ്യം അരങ്ങേറി. തിങ്കളാഴ്ചയാണ് അന്തിക്കാട് ഭഗവതിയുടെ ഗ്രാമപ്രദക്ഷിണം. ക്ഷേത്രം പ്രസിഡന്റ് മനോജ് കുറ്റിപ്പറമ്പിൽ, സെക്രട്ടറി ഗോകുൽ കരിപ്പള്ളി, ട്രഷറർ ശരത്ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. 23-ാം തീയതിയാണ് ആറാട്ടുപുഴ പൂരം. ഇടത്തിരുത്തി കുമ്പളപ്പറമ്പിന് സമീപം ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം സ്വദേശി കരിപ്പാക്കുളം വീട്ടിൽ കമറുദ്ദീന്റെ മകൻ മുഹമ്മദ് സൽമാനാണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. സുഹൃത്തുക്കളോടൊപ്പം ബൈക്കുകളിൽ ഇടമുട്ടത്ത് പോയി തിരികെ ഇരിങ്ങാലക്കുടയിലേക്ക് പോകുന്നതിനിടെ സൽമാൻ സഞ്ചരിച്ചിരുന്ന ബൈക്ക് വളവിൽ തെന്നി വീഴുകയായിരുന്നു. തുടർന്ന് പുറകിൽ വന്ന ബൈക്കും കൂട്ടിമുട്ടി നിയന്ത്രണം വിട്ടു മറഞ്ഞു. പരിക്കേറ്റവരെ ആശുപത്രികളിൽ എത്തിച്ചുവെങ്കിലും സൽമാന്റെ ജീവൻ രക്ഷിക്കാനായില്ല. സൽമാന്റെ ഒപ്പമുണ്ടായിരുന്ന മാപ്രാണം മാടായിക്കുണം സ്വദേശികളായ ഷെയ്ൻ, മിഥുൻ എന്നിവർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്.
കൊടകര പഞ്ചായത്തിലെ 1-2 വാർഡുകളിലുള്ള മൺപാത്ര നിർമ്മാണ തൊഴിലാളികളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേർന്നു. സംസ്ഥാന വികേന്ദ്രീകരണ ആസൂത്രണ ബോർഡ് മേധാവി ജെ ജോസഫൈൻ, സംസ്ഥാന ആസൂത്രണ ബോർഡ് പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗം മെമ്പർ പി കെ ജമീല എന്നിവരുടെ നേതൃത്വത്തിലാണ് തിരുവനന്തപുരം ആസൂത്രണ ഭവനിൽ യോഗം ചേർന്നത്. കളിമൺപാത്ര നിർമ്മാണ മേഖലയിൽ കരകൌശല വസ്തുക്കളുടെ ഉൽപാദന വിപണന പദ്ധതികൾ ഉൾപ്പെടുത്തി കരകൌശല വസ്തു ഗ്രാമം വികസിപ്പിക്കുന്നതിനെക്കുറിച്ചും പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്ന കുംഭാര സമുദായത്തിന്റെ സാമ്പത്തിക സാമൂഹിക അവസ്ഥകൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതികളെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. പിന്നാക്ക വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ എ സിദ്ധാർത്ഥൻ, റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ പി വി ശ്രീജിത്ത്, കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, പഞ്ചായത്ത് അംഗം CDCB, പഞ്ചായത്ത് സെക്രട്ടറി കെ ബിന്ദു, കളിമൺപാത്ര നിർമ്മാണ തൊഴിലാളി സൊസൈറ്റി സെക്രട്ടറി ചിന്നമണി, സൊസൈറ്റി അംഗം കുമാരി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഇരകളാണ് പട്ടികജാതി വിഭാഗങ്ങളെന്നും സാമൂഹിക നീതിയുടെ രാഷ്ട്രീയമാണ് KPMSനുള്ളതെന്നും KPMS സംസ്ഥാന ജനറൽ സെക്രട്ടറി KA തങ്കപ്പൻ പറഞ്ഞു. KPMS ജില്ലാ സമ്മേളനം മാളയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംവരണത്തിനെതിരായി നിയമസഭയിലും പാർലമെന്റിലും ബില്ലുകൾ അവതരിപ്പിക്കുമ്പോൾ പാസാക്കുന്നതിനായി 2 കൈയും പൊക്കുന്നവരായി പട്ടികജാതി പട്ടികവർഗ MPമാരും MLAമാരും മാറി. സാമൂഹിക നീതിയുടെ വക്താക്കളെന്ന് പറയുന്ന മുന്നണികൾ അത് ഉറപ്പാക്കുന്നില്ല. ജാതി സെൻസസ് അനിവാര്യമാണെന്നിരിക്കെ അത് നടപ്പാക്കാൻ എന്തിന് സർക്കാർ മടി കാണിക്കുന്നു? സാമൂഹിക നീതി രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുന്നവരെ സഹായിക്കാൻ KPMS ഘടകങ്ങൾ പരിശോധന നടത്തണം. മുന്നാക്ക വിഭാഗങ്ങൾ 10% സംവരണം കൈപ്പറ്റിയ ശേഷമാണ് ജാതി സംവരണത്തെ എതിർക്കുന്നതെന്നും KPMS സംസ്ഥാന ജനറൽ സെക്രട്ടറി വ്യക്തമാക്കി. ജില്ലാ പ്രസിഡന്റ് PV ഉമേഷ് അധ്യക്ഷനായി. സംസ്ഥാന സംഘടനാ സെക്രട്ടറി ലോചനൻ അമ്പാട്ട്, ജില്ലാ സെക്രട്ടറി EK മോഹൻദാസ്, ജില്ലാ ട്രഷറർ KK അയ്യപ്പൻ, സ്വാഗത സംഘം കൺവീനർ MC വിനയൻ, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി PC ബാബു തുടങ്ങിയവർ സംസാരിച്ചു. തിരക്കഥാകൃത്ത് ബാബു അത്താണി, ഡാവിഞ്ചി സുരേഷ്, അനു പുതിയടത്ത് എന്നിവരെ സമ്മേളനത്തിൽ ആദരിച്ചു. ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും നിലനിർത്താൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണം അനിവാര്യമാണെന്ന് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ പറഞ്ഞു. കുന്നംകുളം വ്യാപാര ഭവനിൽ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ്, UDF ജില്ലാ കൺവീനർ KR ഗിരിജൻ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അമീർ, കേരള കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി CV കുര്യാക്കോസ്, CMP നേതാവ് PRN നമ്പീശൻ, RSP നേതാവ് ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. UDF ചന്ദ്രാപിന്നി മണ്ഡലം കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PD സജീവൻ അധ്യക്ഷനായി. അനിൽ പുളിക്കൻ, KA ഹാറൂൺ റഷീദ്, MK അബ്ദുൽ സലാം, CC ബാബുരാജ്, CS രവീന്ദ്രൻ, KF ഡൊമിനിക്, PK മുഹമ്മദ്, SA സിദ്ദിഖ് തുടങ്ങിയവർ സംസാരിച്ചു. ലോകം മുഴുവൻ അർത്ഥനഗ്നനായ ഫക്കീർ എന്ന് അറിയപ്പെടുന്ന ഭഗവത്ഗീതയും ഖുർആനും ബൈബിളും കയ്യിൽ പിടിച്ച് LDF ചെറുതുരുത്തി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ LDF ജില്ലാ കൺവീനർ KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ജനതാദൾ നേതാവ് JP കേശവൻ അധ്യക്ഷത വഹിച്ചു. SC/ST കോർപ്പറേഷൻ ചെയർമാൻ UR പ്രദീപ്, LDF ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഷെയ്ഖ് അബ്ദുൽ ഖാദർ, കോൺഗ്രസ് S നേതാവ് KM യൂസഫ്, CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മൊയ്തീൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഇടതുപക്ഷ മഹിളാ മുന്നണി എരുമപ്പെട്ടി വെസ്റ്റ് മേഖലാ കൺവെൻഷൻ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് ദിവ്യ മനോജ് അധ്യക്ഷയായി. സെക്രട്ടറി സുമന സുഗതൻ, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PT ദേവസി, സ്വപ്ന പ്രദീപ്, NS അങ്കിത, നകുല പ്രമോദ്, ഷീബ രാജേഷ്, ഷർമിള ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രവൃത്തികൾക്കായി കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം തുടങ്ങി. ഇന്ദിരാംചിറ MP സിദ്ധാർത്ഥൻ സ്മാരക മന്ദിരത്തിൽ ആരംഭിച്ച ഓഫീസ് CPM ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. എളവള്ളി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NB ജയ അധ്യക്ഷത വഹിച്ചു. VS പ്രദീപ്, MR രാജു തുടങ്ങിയവർ സംസാരിച്ചു.
LDF ഗുരുവായൂർ മണ്ഡലം മഹിളാ കൺവെൻഷൻ LDF കൺവീനർ KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷയായി. NK അക്ബർ MLA, CPM ജില്ലാ കമ്മിറ്റി അംഗം C സുമേഷ്, ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസ്, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് P മുഹമ്മദ് ബഷീർ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഗീതാഗോപി തുടങ്ങിയവർ സംസാരിച്ചു. സമകാലിക സമൂഹത്തിൽ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് രാഷ്ട്രീയ സമ്മർദ്ദ ശക്തിയായി പ്രവർത്തിക്കാൻ കേരള ലാറ്റിൻ അസോസിയേഷന് കഴിയണമെന്ന് കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് ഡോക്ടർ അബ്രോസ് പുത്തൻവീട്ടിൽ അഭിപ്രായപ്പെട്ടു. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ ശുപാർശകൾ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് സംഘടിപ്പിക്കുന്ന 1000 പ്രചരണ യോഗങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോട്ടപ്പുറം വികാസിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KLCA സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി J തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. അനിൽ കുന്നത്തൂർ അധ്യക്ഷത വഹിച്ചു. ബിജു ജോസി, മോൺസിഞ്ഞോർ റോക്കി റോബിൻ, ജോൺസൺ മങ്കുഴി, സേവിയർ പടിയിൽ, ഷൈജ ആന്റണി, ED ഫ്രാൻസിസ്, അലക്സ് താളൂപ്പാടത്ത്, ജോൺസൺ വാളൂർ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാനായിട്ട് മാള തുമ്പൂർമൊഴി വലതുകര വഴി മാളയിലേക്കുള്ള കനാലിൽ മാലിന്യം മൂടിക്കിടന്ന് വെള്ളത്തിന്റെ ഒഴുക്ക് ഇല്ലാതായി. കനാൽ ശുചീകരണത്തിന് ചെറുകിട ജലസേചന വകുപ്പ് കരാർ നൽകിയിട്ടുണ്ടെങ്കിലും പണികൾ നടത്തിയിട്ടില്ല. ജലസേചന വകുപ്പിന്റെ നിബന്ധനയനുസരിച്ച് മാസത്തിൽ 2 തവണയാണ് അഷ്ടമിച്ചിറ ഭാഗത്തേക്ക് വെള്ളം തുറന്നുവിടേണ്ടത്. അഷ്ടമിച്ചിറയിലൂടെ അമ്പഴക്കാട് വഴി മാളച്ചാലിൽ അവസാനിക്കുന്നിടത്താണ് വലതുകര കനാലിന്റെ ഒരു ഭാഗം വാലറ്റം. വെള്ളം തുറന്നുവിടുന്നതിന് മുൻപ് കനാൽ ശുചീകരിക്കുന്നതിനുള്ള നടപടിയുണ്ടായില്ല. വെള്ളം എത്തുമ്പോഴാണ് കരാറുകാരൻ പണികൾ ആരംഭിക്കാറുള്ളതെന്ന് കർഷകർ പറയുന്നു. എന്നാൽ ഈ വർഷം അത്തരം നടപടി പോലും ഉണ്ടായില്ലെന്നതാണ് കുന്നുകൂടി കിടക്കുന്ന മാലിന്യം കാണുമ്പോൾ മനസ്സിലാകുന്നത്. അമ്പഴക്കാട് ഭാഗത്തേക്കുള്ള കനാൽ വൃത്തിയാക്കുന്നുണ്ടെങ്കിലും വെള്ളം ഒഴുകിയെത്താൻ ഇടമില്ലാത്ത നിലയിൽ അഷ്ടമിച്ചിറയിൽ മാലിന്യം കുന്നുകൂടി കിടക്കുകയാണ്. പരാതി പറയാൻ ചെറുകിട ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ചാൽ ഫോൺ എടുക്കുക പോലും ചെയ്യില്ലെന്ന് കർഷകർ പറയുന്നു. കടുത്ത വരൾച്ചയിലേക്ക് പോയിട്ടും കനാൽ വെള്ളം എത്തിക്കുന്നതിൽ അധികൃതർ അനാസ്ഥ കാണിക്കുന്നുവെന്ന ആക്ഷേപം ശക്തമാണ്. ഒരു പാടശേഖരത്തിൽ കൊയ്ത്ത് കഴിയാൻ വേണ്ടി കാത്തിരുന്ന ശേഷം വൈകിയാണ് അഷ്ടമിച്ചിറ ഭാഗത്തേക്ക് വെള്ളം എത്തിച്ചത് എങ്കിലും ഇപ്പോഴും പ്രയോജനപ്പെടാത്ത അവസ്ഥയാണ്. കനാലിൽ 16 ദിവസം കൂടുമ്പോൾ വെള്ളം തുറന്നുവിടാമെന്ന നിബന്ധനയുണ്ടെങ്കിലും ഫലത്തിൽ ലഭിക്കുന്നില്ല. കനാൽ വൃത്തിയാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് ഉദ്യോഗസ്ഥർ മേൽനോട്ടം വഹിക്കണമെന്ന് കർഷകനായ പ്രദീപ് ഉരുണ്ടോളിൽ ആവശ്യപ്പെട്ടു. കൃത്യസമയത്ത് കോൺട്രാക്ടർ വർക്ക് എടുത്ത് മാറ്റി ക്ലീൻ ചെയ്യാത്തതുകൊണ്ടാണ് ഇതൊരവസ്ഥ ഇവിടുത്തെ കർഷകർക്കും നാട്ടുകാർക്കും ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ടേൺ അനുസരിച്ച് വെള്ളം വന്നപ്പോഴും ഇത് തന്നെ അവസ്ഥ ആയിരുന്നത്. മുൻപ് വെള്ളം വരുമ്പോൾ എന്ന് വെച്ചാൽ കനാല് 3-4 പണിക്കാരെ വെച്ച് ആദ്യം ക്ലീൻ ചെയ്ത് വരും. ഇതിപ്പോൾ ക്ലീൻ ചെയ്യാത്ത കാരണമാണ് ഈ എല്ലാ വേസ്റ്റും ഇവിടെ വന്ന് അടിഞ്ഞു കൂടിയിട്ടുള്ളത്. TCV മാള. ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി LDF കടങ്ങോട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. കടങ്ങോട് മിൽ സെന്ററിൽ നടത്തിയ കൺവെൻഷൻ CPM ജില്ലാ കമ്മിറ്റി അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. മിൽ സെന്ററിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും M ബാലാജി നിർവഹിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ PV ജോൺസൺ അധ്യക്ഷത വഹിച്ചു. CPM മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ PS പ്രസാദ്, UV ഗിരീഷ്, CPI മണ്ഡലം കമ്മിറ്റി അംഗം TP ജോസഫ്, കോൺഗ്രസ് S ജില്ലാ കമ്മിറ്റി അംഗം MP റഫീഖ് തങ്ങൾ, NCPS ജില്ലാ കമ്മിറ്റി അംഗം ജലീൽ പഴുനാന, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ രീതിയിലുള്ള ഭക്ഷണം കഴിക്കുന്ന ആളുകൾ എല്ലാവരെയും ഒരുപോലെ കാണേണ്ട ഇന്ത്യ രാജ്യം വെട്ടി. പ്രസിദ്ധമായ ചേലക്കര അന്തിമഹാകാളങ്കാവ് വേലയ്ക്ക് തുടക്കം കുറിച്ച് വട്ടുള്ളി മല്ലിശ്ശേരിക്കാവിൽ കൂറയിടൽ ചടങ്ങ് നടന്നു. ഇത്തവണ തെക്കുംകൂറ് വേല ആയതിനാൽ വട്ടുള്ളി മല്ലിശ്ശേരിക്കാവിലെ 64 കാൽ പന്തലിലാണ് വേലയുടെ ഭാഗമായുള്ള ചടങ്ങുകൾ നടക്കുന്നത്. പന്തലിലെ 4 കാൽ പാട്ടുകുട്ടിലിന് മുകളിലൂടെ ചുവപ്പ് നിറത്തിലുള്ള പട്ട് വിരിക്കുന്നതാണ് കൂറയിടൽ ചടങ്ങ്. തുടർന്ന് പന്തലിൽ കളമെഴുത്തും ദാരികാവധം കളംപാട്ടും കോമരമെത്തി കളം മായ്ക്കൽ ചടങ്ങും നടത്തി. കല്ലാറ്റുകുറുപ്പാണ് കളമെഴുത്ത് പാട്ട് നടത്തിയത്. ക്ഷേത്രം ഊരാളന്മാർ, ദേവസ്വം അധികൃതർ, പങ്ങാരപ്പള്ളി, ചേലക്കര, വെങ്ങാനല്ലൂർ, ചേലക്കോട്, തോന്നൂർക്കര, കുറുമല ദേശങ്ങളിലെ കമ്മിറ്റി ഭാരവാഹികളും കുറയിടൽ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഈ മാസം 23-ാം തീയതിയാണ് അന്തിമഹാകാളങ്കാവ് വേല.
ഇരിങ്ങാലക്കുട രൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കനകമല കുരിശുമുടി തീർത്ഥാടനം നടത്തി. രൂപതയിലെ വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് കുരിശുമുടി കയറിയത്. അടിവാരം പള്ളിയിൽ നടന്ന പൊതുയോഗം തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ അലക്സ് കല്ലേലി ഉദ്ഘാടനം ചെയ്തു. രൂപതാ പ്രസിഡന്റ് പത്രോസ് വടക്കഞ്ചേരി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഡേവിസ് ഊക്കൻ, ട്രഷറർ ആന്റണി തൊമ്മാന, കനകമല യൂണിറ്റ് പ്രസിഡന്റ് ഷോജൻ ഡി വിധേയത്തിൽ, സെക്രട്ടറി ഷിബു ആട്ടോക്കാരൻ, ട്രഷറർ ജോസ് കറുകുറ്റിക്കാരൻ, കൈക്കാരൻ ലിജോ ചാതേലി തുടങ്ങിയവർ സംസാരിച്ചു. മലമുകളിലെ ദിവ്യബലിക്ക് ഫാദർ ലിജോ കരുത്തി കാർമ്മികത്വം വഹിച്ചു. ഏറ്റവും വലിയ പ്രോബ്ലം ഇതാണ്. അതുകൊണ്ട് ഒരു സാമുദായിക ശക്തിയാകാതെ ഗത്യന്തരമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. UDF ഗുരുവായൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കെ മുരളീധരൻ MP ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് OKR മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൌൺസിലർമാരായ KP ഉദയൻ, CS സൂരജ്, BK സുജിത്, ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, DCC സെക്രട്ടറി അഡ്വക്കേറ്റ് TS അജിത്, CA ഗോപപ്രതാപൻ, PI ലാസർ തുടങ്ങിയവർ സംസാരിച്ചു. കാഴ്ച പരിമിതികൾ മറികടന്ന് അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ പഠിച്ചെടുത്ത താളത്തിൽ കുട്ടിക്കയറി ആസ്വാദകരിൽ വിസ്മയം തീർക്കുകയാണ് രശ്മി മണികണ്ഠൻ. ചേലക്കര പുലാക്കോട് കണ്ടംകുമരത്ത മണികണ്ഠൻ രാജേശ്വരി ദമ്പതിമാരുടെ രണ്ടാമത്തെ മകളാണ് രശ്മി. ജനനത്തിൽ തന്നെ രശ്മിയുടെ ഞരമ്പുകളുടെ ശേഷി നഷ്ടപ്പെട്ട ഗുരുതരമായ അവസ്ഥയിലായിരുന്നു. നിരവധി ചികിത്സകൾ നടത്തി ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തിയെങ്കിലും രശ്മിയുടെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു. പിന്നീട് അത്താണി JMJ സ്പെഷ്യൽ സ്കൂളിലായിരുന്നു പഠനം വഴിത്തിരിവായത്. കോവിഡ് കാലത്ത് വിദ്യാലയം അടച്ചപ്പോൾ വീട്ടിലെത്തിയ രശ്മിക്ക് തായമ്പക കലാകാരനായ അച്ഛൻ മണികണ്ഠൻ തായമ്പക അഭ്യസിപ്പിക്കാൻ തീരുമാനിച്ചു. രശ്മിക്ക് തായമ്പക പഠിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയൊന്നും കുടുംബത്തിനുണ്ടായിരുന്നില്ല. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി 2 മാസത്തെ പരിശീലനം കൊണ്ട് 12-ാം വയസ്സിൽ തായമ്പകയിൽ അരങ്ങേറ്റം നടത്തി. 9ാം ക്ലാസ്സുകാരിയായ രശ്മി ഇപ്പോൾ 50-ൽ-അധികം വേദികളിൽ തായമ്പക അവതരിപ്പിച്ചു. കാഴ്ച പരിമിതിയെ മറികടന്ന വാദ്യപ്രേമികളിൽ വിസ്മയം തീർക്കുന്ന രശ്മി ഇപ്പോൾ നാടിന്റെ അഭിമാനമാണ്. TCV ന്യൂസ്, എരുമപ്പെട്ടി. ആയുർവേദിക് മെഡിസിൻ മാനുഫാക്ചേഴ്സ് ആൻഡ് ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ വരന്തരപ്പള്ളിയിൽ നടന്നു. CITU ജില്ലാ പ്രസിഡന്റ് KK രാമചന്ദ്രൻ MLA കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. CITU ജില്ലാ സെക്രട്ടറി PK ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. CITU കൊടകര ഏരിയ പ്രസിഡന്റ് AV ചന്ദ്രൻ, CITU വരന്തരപ്പള്ളി പഞ്ചായത്ത് കൺവീനർ സന്തോഷ് തണ്ടാശ്ശേരി, NA സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള വിശ്വകർമ്മ മഹിളാ സംഘം പൊതുയോഗം സംസ്ഥാന സെക്രട്ടറി TK കലാശിവൻ ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് PC രാജിമോൾ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭ എന്റർപ്രൈസർ ഡെവലപ്മെന്റ് ഓഫീസർ VK കീർത്തി പഠന ക്ലാസ് നയിച്ചു. AR സുബ്രഹ്മണ്യൻ, സാവിത്രി പ്രഭാകരൻ, TP രാജൻ, TB സുരേഷ് ബാബു, നിത രാധാകൃഷ്ണൻ, NK അനിൽകുമാർ, ശാഖാ സെക്രട്ടറി രാധാമോഹനൻ, ട്രഷറർ അശ്വതി തിലകൻ തുടങ്ങിയവർ സംസാരിച്ചു. പുത്തൂർ വെട്ടുകാട് സെന്റ് ജോസഫ് ദേവാലയത്തിലെ വിശുദ്ധ ഔസേപിതാവിന്റെ ഊട്ടുതിരുനാൾ ഭക്തിസാന്ദ്രമായി. ഫാദർ ഷിബു നടുവിൽ പറമ്പിൽ തിരുനാൾ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ ബൈജു കാഞ്ഞിരത്തിങ്കൽ, ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് ഡേവിസ് കണ്ണൂക്കാടൻ, കൈക്കാരന്മാരായ ജിതിൻ ജോസ് തയ്യിൽ, ചാണ്ടി ജോർജ്, ബിജോയ് കുര്യൻ എന്നിവർ തിരുനാൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബ് സൗജന്യ നേത്രപരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് നടത്തി. 59 പേർ രജിസ്റ്റർ ചെയ്ത ക്യാമ്പിൽ നിന്നും 31 പേരെ സൗജന്യ തിമിര ശസ്ത്രക്രിയയ്ക്ക് തെരഞ്ഞെടുത്തു. കുടകര ഗവൺമെന്റ് LP സ്കൂളിൽ നടത്തിയ ക്യാമ്പിന് ഡോക്ടർ വിഷ്ണു പിള്ളൈ, പ്രിൻസ് ജോൺ, E ശശാങ്കൻ നായർ, PK രാധാകൃഷ്ണൻ, KK വെങ്കടാചലം തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നുകുളം ചാട്ടുകുളം ചെമ്മണ്ണൂർ റോഡിൽ ആളൊഴിഞ്ഞ പറമ്പിൽ തീപിടുത്തം. ശക്തമായ ചൂടിൽ തീ പടർന്നതാകാമെന്നാണ് നിഗമനം. നാട്ടുകാർ തീ അണയ്ക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിഫലമായതിനെ തുടർന്ന് അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തിയാണ് തീ അണച്ചത്. ചേലക്കര ഭൂതംകോട്ടുകുളം കുറുമല റോഡിലെ പാടശേഖരത്തിൽ തീപിടുത്തം. ഫയർഫോഴ്സ് എത്തി തീ പൂർണ്ണമായും അണച്ചു.
കോലഴി കൊടുമുള്ളിക്കാവ് ക്ഷേത്ര വികസനത്തിനായി വാങ്ങിയ ഭൂമിയുടെ പൂജയും വൃക്ഷത്തൈ നടലും നടന്നു. മേൽശാന്തി രമേശ് കീഴോത്ത് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ സുനീഷ്, സെക്രട്ടറി MS സുരേഷ്, മോഹൻ കൈതാരം, സന്തോഷ് കോലഴി, MN കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. പാലയൂർ മഹാതീർത്ഥാടനത്തിന് ആയിരങ്ങൾ അണിനിരന്നു. ആത്മീയതയുടെ അനുഭവമാണ് ഓരോ തീർത്ഥാടനവുമെന്ന് ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോർജ് അന്തോണിസ്വാമി. വടനപ്പള്ളിയിൽ കാറിൽ കടത്തി 20 കിലോ കഞ്ചാവ് പോലീസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് ലാലൂർ സ്വദേശികളായ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഗുണ്ട ലഹരി മാഫിയ സംഘങ്ങൾ വിലസുന്നു. കൊടുങ്ങല്ലൂർ അഴീക്കോട് പുഴയോരത്ത് കെട്ടിയിട്ടിരുന്ന മത്സ്യബന്ധന വള്ളം കയററുത്ത് വിട്ട് നശിപ്പിച്ചു. കളത്തിൽ ഷിഹാബിന്റെ ഉടമസ്ഥതയിലുള്ള വള്ളമാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത്. പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ചുള്ള തൃപ്രയാർ തേവരുടെ മകീര്യം പുറപ്പാട് ഭക്തി നിർഭരം. തേവരുടെ മകീര്യം പുറപ്പാടിന് സാക്ഷ്യം വഹിക്കാനെത്തിയത് ആയിരങ്ങൾ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.